അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിന് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസ് ചിരകിയ തേങ്ങ എടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ചെറിയ വെളുത്തുള്ളി അല്ലിയല്ലേ, വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമല്ല, നല്ല ജീരകമൊക്കെ അല്ലേ നമ്മൾ തോരത്തിലൊക്കെ എടുക്കുന്ന ചെറിയ ജീരകമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. തോരൻ വെക്കാനൊക്കെ എടുക്കുന്ന ചെറിയ ജീരകം ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ തേങ്ങ അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പരുവത്തിനൊന്നും അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ തരികളോടുകൂടി തരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അവിയലൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിക്ക് ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത തേങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മൾ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായയും വെള്ളമൊക്കെ കുടിക്കുന്ന സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെ അളവിൽ അളന്നിട്ട് എടുക്കാം മാവും വെള്ളമൊക്കെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. ഒട്ടും തരിയൊന്നും ഇല്ലാത്ത ഇടിയപ്പം, പത്തിരി, അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ പൊടിപ്പിച്ചിട്ട് വറുത്തെടുത്ത പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പൊടിയോ ആവുന്നതാണ്. ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വറുത്ത പച്ചരിപ്പൊടിയായിരിക്കണം. ഒന്ന് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിൽ ഒരു ഗ്ലാസ് മാവ് അളന്നെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് 1 കപ്പ് അളവിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവുകളെല്ലാം കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഒട്ടും കട്ടകളൊന്നും ഇല്ല. നമ്മൾ മിക്സ് ചെയ്തെടുത്ത മാവ് ഒരു കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാതെ കൈ പൊള്ളാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ മാവ് കലക്കി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നേരിട്ട് വേണമെന്നുണ്ടെങ്കിലും കുക്കറിൽ വെള്ളവും മാവും ഒക്കെ കലക്കി എടുത്ത് റെഡിയാക്കി എടുക്കാം. വീഡിയോക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളിലൊക്കെ മാവ് ഇട്ട് കലക്കി എടുത്തിട്ട് ഇതുപോലെ കുക്കറിലേക്ക് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ തേങ്ങയുടെ മിക്സും വെള്ളമൊക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പെട്ടെന്ന് റെഡിയായി കിട്ടും. കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കൂട്ടിയിടരുത്. മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. നമ്മൾ ആദ്യം തേങ്ങ അരച്ചെടുത്ത സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത്. ബാക്കി 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് വെള്ളം. അപ്പോൾ 1.5 കപ്പാണ് കറക്റ്റ് വെള്ളം ഉള്ളത്. തേങ്ങ അരച്ചെടുത്തതും കൂട്ടി ചേർക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം 1 കപ്പ് അരിപ്പൊടിക്ക്. അപ്പോൾ അത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിപ്പൊടികൾ തന്നെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ കുക്കറിൽ ചെയ്യണ എന്താണെന്ന് വിചാരിക്കും. കുക്കറിൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ മാവ് കുറച്ച് സമയം മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ മാവ് നല്ല പെട്ടെന്ന് ഇങ്ങനെ സെറ്റായി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ കുറുകി വരുന്ന സമയം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. മാവ് പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ചൂടിൽ ഇരുന്നുകൊണ്ട് തന്നെ മാവ് കുറച്ചും കൂടെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടും. ഇപ്പൊ നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം.
അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോൾ മാവിൽ വെള്ളം കൂടിപ്പോയെന്നോ കുറഞ്ഞു പോയെന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. മാവ് കലക്കിയെടുത്ത് മാവ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതും കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം വെന്തൊക്കെ കിട്ടും. അപ്പോൾ മാവ് കുക്കറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, കുക്കറിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എള്ളുണ്ടെന്നുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുക്കുക. കാണാനൊരു ഭംഗിയായിരിക്കും, ഇടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എള്ള് ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഞാൻ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എള്ള് ചേർത്തുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എള്ള് എല്ലാ ഭാഗത്തും ഒന്ന് എത്തണം. അതിന് വേണ്ടിയിട്ട് മാത്രം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തേ ഉള്ളൂ. ഒരുപാട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്നും നമുക്ക് കുറച്ച് മാവെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള മാവെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയൊന്നും എടുക്കുന്നില്ല. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുക്കുക. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി. എന്നിട്ട് ഒരു ഉരുള മാവ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് അടച്ചു കൊടുക്കുക. ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇപ്പൊ കണ്ട നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഈ രണ്ടറ്റവും കൈവിരൽ വെച്ചിട്ട് ഈ രണ്ടറ്റവും ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഉരുള മാവെടുത്തു. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടച്ചു കൊടുത്തിട്ട് ഒരു പാത്രം ഒരു തട്ടോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനം കുറഞ്ഞു പോയത്, ചെറിയൊരു കനത്തിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അത് കണ്ടില്ലേ, ഈ ഒരു കനത്തിൽ റെഡിയാക്കി എടുക്കാം. ഒരു വിരൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ വിരളങ്ങ് മാറ്റിയതിന് ശേഷം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് പരത്തിയെടുത്ത് ബുദ്ധിമുട്ടാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ കുഴലപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് എടുത്ത് ഉടൻ ഇളക്കി കൊടുക്കരുത്. മാവ് നല്ല സോഫ്റ്റ് അല്ലേ. ഒരു 30 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വശം ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് താനെ തന്നെ അങ്ങ് മറിഞ്ഞ് ഫ്രൈ ആയി വന്നോളും. അപ്പോൾ ഒരു വശം ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് താനെ അങ്ങ് മറിഞ്ഞ് നല്ലോണം ഫ്രൈ ആയി വന്നോളും. ഒരുപാടിട്ട് ഇളക്കരുത്. നല്ല സോഫ്റ്റ് അല്ലേ മാവ്. രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഈ എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നമ്മൾ കുറച്ച് എണ്ണയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
കുഴലപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി മാവ് കുഴച്ച് ബുദ്ധിമുട്ടി കൈ പൊള്ളാതെ കൈ വേദനിക്കാതെ നമുക്ക് ഈസി ആയിട്ട് മാവ് കലക്കി കോരി ഒഴിച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് കുഴലപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കുഴലപ്പം ഉണ്ടാക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടെടുക്കും. മാവ് കുഴച്ച് കുറച്ച് സമയം എടുത്ത് നല്ലോണം കുഴച്ചെങ്കിൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ മാവ് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കുഴലപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇരിപ്പുണ്ട്. കണ്ടില്ലേ, നല്ലോണം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം കുഴലപ്പം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാം. താങ്ക്